രാജ്യം കൈവരിച്ച ബഹിരാകാശ നേട്ടങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ISRO സ്പേസ് എക്സിബിഷൻ എന്ന പേരിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ശാസ്ത്ര പ്രദർശനം സന്ദർശകർക്ക് വേറിട്ട അനുഭവമാവുകയാണ്. ബഹിരാകാശ ശാസ്ത്രരംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ISROയും പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ ഫിസിക്സ് വിഭാഗവും ചേർന്ന് ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യം കാൽവെച്ച നാൾ മുതൽ ഇന്ന് വരെ ബഹിരാകാശത്തേക്ക് അയച്ച റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും ചെറുമാതൃകകൾ പ്രദർശിപ്പിച്ചുള്ള എക്സിബിഷനിൽ കോളേജിലെ ശാസ്ത്ര വിദ്യാർത്ഥികൾ ഏറെ തന്മയത്വത്തോടെ അവയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും അവയിലൂടെ ലഭിക്കുന്ന സേവനങ്ങളെപ്പറ്റിയുമെല്ലാം സന്ദർശകർക്ക് വിശദീകരിച്ച് നൽകുന്നുമുണ്ട്. ഒന്നാമത്തെ റോക്കറ്റ് ലോഞ്ചിങ് റോക്കറ്റ് എന്ന് പറയും, രണ്ട് സൗണ്ടിങ് റോക്കറ്റ്. ലോഞ്ചിങ് റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാറ്റലൈറ്റ് പിന്നെ മനുഷ്യരെ കൊണ്ടുവരാം എന്നൊക്കെ കൊണ്ടുപോകാം, അതൊക്കെയാണ് ലോഞ്ചിങ് റോക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് സൗണ്ടിങ് റോക്കറ്റ്. സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ചേഞ്ചസ്, ടെമ്പറേച്ചർ വേരിയേഷൻ, പ്രഷർ വേരിയേഷൻ, പിന്നെ അറ്റ്മോസ്ഫിയറിലെ കോമ്പോസിഷൻ, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് സൗണ്ടിങ് റോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗണ്ടിങ് റോക്കറ്റാണിത്. ഇതിന്റെ പേരാണ് രോഹിണി 75. മലയോര ജില്ലയായ പത്തനംതിട്ടയിലെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ISROയുടെ വളർച്ചയും നാൾവഴികൾ അറിയുന്നതിനും പദ്ധതികളുടെ ശാസ്ത്രവശങ്ങൾ മനസ്സിലാക്കുന്നതിനും തികച്ചും സൗജന്യമായി സംഘടിപ്പിച്ച ഈ ശാസ്ത്ര പ്രദർശനത്തിലൂടെ സാധിക്കുമെന്ന് പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് ഫിസിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ധന്യ പറഞ്ഞു. കാത്തോലിക്കറ്റ് കോളേജിലെ 2ാം വർഷ BSc മാത്സ് വിദ്യാർത്ഥിയായ ബ്രഹ്മദത്തൻ നിർമ്മിച്ച് പ്രദർശിപ്പിച്ച ചെറു റോബോട്ടിന്റെ മാതൃകയും ശാസ്ത്ര പ്രദർശനത്തിൽ ശ്രദ്ധേയമായി. ഇനി വരാനുള്ളത് റോബോട്ടുകളും ആധുനിക യന്ത്രങ്ങളും നിയന്ത്രിക്കുന്ന ലോകമാണെന്ന് ബ്രഹ്മദത്തൻ പറയുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടുകളുടെ സഹായം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറു റോബോട്ടിനെ പരിചയപ്പെടുത്തുന്നത്. ഈ റോബോട്ടിനെ വിശദീകരിക്കുമ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിക്ക് ഇതിലും നൂതനമായ ഒരു ആശയം ഉണ്ടായേക്കാമെന്നും അങ്ങനെ വന്നാൽ അത് ശാസ്ത്ര മേഖലയ്ക്ക് വലിയ നേട്ടമാകുമെന്നും ബ്രഹ്മദത്തൻ പറയുന്നു. ഇന്ത്യയുടെ അഭിമാനമായ PSLV, GSLV റോക്കറ്റുകൾ മുതൽ ചന്ദ്രയാൻ വരെയുള്ള ISROയുടെ ആകാശ ദൗത്യങ്ങളെ തൊട്ടറിയാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ശാസ്ത്ര പ്രദർശനത്തിൽ സന്ദർശിച്ചവർ മടങ്ങിപ്പോയത്. ശാസ്ത്ര പ്രദർശനം ശാസ്ത്ര അഭിരുചി വളർത്താൻ ഏറെ സഹായകമായതായി വിദ്യാർത്ഥികളും പറയുന്നു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തിൽ ആലുവ ജില്ലാ ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ബിസിനസ് ഹെഡ്